അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 ബുധനാഴ്ച. കേരളത്തിൽ 100% സാക്ഷരതയുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സാക്ഷരതയും വിദ്യാഭ്യാസവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സുഹൃത്ത് സമിതി ഗുരുവായൂരിൽ സംഘടിപ്പിച്ച മാടമ്പ് സ്മൃതി പർവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജുഡീഷ്യറിയെയും ചില കാര്യങ്ങളിൽ സ്ഥാപിത താൽപര്യം ബാധിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അനധികൃതമായി ബാറുകൾ അനുവദിച്ചതിൽ താൻ നൽകിയ കേസ് 47 തവണ മാറ്റിയത് ചൂണ്ടിക്കാട്ടിയാണ് KPCC മുൻ അധ്യക്ഷന്റെ വിമർശനം. ന്യായാധിപന്മാർ പലരും മാറിയിട്ടും കേസിൽ തീരുമാനമായില്ലെന്നും ഏറ്റവും ഒടുവിൽ പുതിയ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ചതായും VM സുധീരൻ പറഞ്ഞു. കപ്പൽ തീപിടിച്ചുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം നിലവിൽ കേരളത്തെ കാര്യമായി ബാധിക്കാനിടയില്ലെന്ന് കേന്ദ്രം. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാട് ശ്രീലങ്ക തീരങ്ങളിലാണ് കൂടുതലായും അടിയാൻ സാധ്യതയെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ സാധ്യത തീരെ തള്ളിക്കളയാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥ്, ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ എന്നിവർ ചൊവ്വാഴ്ച കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചീഫ് സെക്രട്ടറിമാരും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അറബിക്കടലിൽ കത്തിയമരുന്ന ചരക്ക് കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. തീപിടിച്ച ചരക്ക് കപ്പലിന്റെ പരമാവധി അടുത്തെത്തി വെള്ളം ചീറ്റി തീയണയ്ക്കാനാണ് കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുന്നത്. എന്നാൽ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നതും പൊട്ടിത്തെറി സാധ്യതയും കപ്പലിനെ അടുത്തേക്ക് പോകുന്നതിന് വെല്ലുവിളി ഉയർത്തുകയാണ്. കപ്പൽ തീപിടിച്ചുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് തീരമേഖലയിൽ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. എണ്ണ ചോർച്ചയുൾപ്പെടെ സാധ്യതയുള്ളതിനാൽ പൊല്യൂഷൻ റെസ്പോൺസ് ടീം തയ്യാറായിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീര ശുചീകരണത്തിന് വേണ്ടി ഏകോപനം ഉറപ്പുവരുത്താനും സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി. കപ്പലപകടത്തിൽ പരിക്കേറ്റ് മംഗളൂരുവിലെ AJ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. 6 പേരിൽ 2 പേർ ഒഴികെയുള്ളവർ അപകടനില തരണം ചെയ്തു. ചൈനയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നുമുള്ള പൗരന്മാരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. പൊള്ളൽ ശ്വാസകോശത്തെ അടക്കം ബാധിച്ചതായാണ് വിവരം. കേരള തീരത്ത് കപ്പലിന് തീപിടിച്ചപ്പോൾ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി പറഞ്ഞ് ചൈന. കപ്പലിലെ 22 ജീവനക്കാരിൽ 18 പേരെ ഇന്ത്യൻ നാവികസേനയും മുംബൈ കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിൽ തായ്വാനിൽ നിന്നുള്ള 6 പേരടക്കം 14 പേർ ചൈനീസ് പൗരന്മാരാണ്. ചൈനീസ് എംബസി വക്താവ് യൂജിങ് ആണ് ഇന്ത്യൻ രക്ഷാസംഘത്തിന് നന്ദി പറഞ്ഞ് എക്സിൽ പോസ്റ്റ് ചെയ്തത്. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് 5 മലയാളികളടക്കം 6 പേർ മരിച്ചു. പാലക്കാട് മണ്ണൂർ സ്വദേശികളായ റിയ, മകൾ ഡെയ്റ, തിരുവല്ല സ്വദേശി ഗീത ഷോജി ഐസക്, തൃശൂർ വെങ്കിടങ്ങ് സ്വദേശികളായ കുറ്റിക്കാട്ടുചാലിൽ ജസ്ന, 1.5 മാസം പ്രായമുള്ള മകൾ റൂഫി മെഹ്റിൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. അപകടത്തിൽ 27 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 14 പേരും മലയാളികളാണെന്നാണ് വിവരം. കനത്ത മഴയിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. ഖത്തറിൽ നിന്ന് ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാനായി കെനിയയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ജൂൺ
12 മുതൽ 16 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും അതിൽ 14 മുതൽ 16 വരെ തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 14 കേരളത്തിൽ മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യത. മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി AP വിഭാഗം സമസ്തയുടെ വിദ്യാർത്ഥി സംഘടന SSFന്റെ മുഖവാരിക റിസാല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതിന് പിന്നാലെയാണ് നിലമ്പൂർ ആരാണ് ഒരു പണത്തൂക്കം മുന്നിൽ എന്ന തലക്കെട്ടിൽ റിസാലയിൽ എഡിറ്ററുടെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി പിന്തുണയെ ന്യായീകരിച്ച പ്രതിപക്ഷ നേതാവിനെതിരെ കാന്തപുരം വിഭാഗം സുന്നി നേതൃത്വം മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചോയെന്ന് VD സതീശൻ വിശദീകരിക്കണമെന്ന് SYS സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുൽ ഹക്കീം അസ്കരി സംസ്ഥാന പ്രസിഡന്റായ സംസ്ഥാന കമ്മിറ്റിയാണ് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച് മുന്നേറുമ്പോൾ നിലമ്പൂർ ടൗണിന്റെ മാറ്റം വ്യക്തമാക്കുന്ന റീലുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. നിലമ്പൂർ ടൗൺ അന്നും ഇന്നും എന്ന അടിക്കുറിപ്പോടെയാണ് റീൽ മന്ത്രി പങ്കുവച്ചിട്ടുള്ളത്. LDF സർക്കാർ 5 കോടി രൂപ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണം യാഥാർത്ഥ്യമാക്കിയ നിലമ്പൂർ ടൗൺ ആണെന്നും നിലമ്പൂരിൽ LDF തുടരണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയുടെ പേരിൽ M സ്വരാജിന്റെ പ്രചാരണത്തിന് എത്തിയയാൾക്ക് സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അഖിൽ ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിൽ അറിയിച്ചു. സുപ്രീം കോടതി പോലും അംഗീകരിക്കാത്ത ചക്രപാണിയുടെ ഘടകം നിയമിച്ച വ്യക്തിയാണ് M സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് വേണ്ടി നിലമ്പൂരിൽ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന അധ്യക്ഷനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എത്തിയ ശ്രീജിത്ത് എന്നും ഭദ്രാനന്ദ പറഞ്ഞു. പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നു എന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. KSRTC കൺട്രോൾ റൂമിലേക്ക് യാത്രക്കാരനെന്ന നിലയിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫോൺ കോൾ. കൃത്യമായി മറുപടി നൽകാതിരുന്ന വനിതാ ജീവനക്കാർ അടക്കം 9 കണ്ടക്ടർമാരെ സ്ഥലം മാറ്റി. പരാതികൾ അറിയിക്കാനും ബസ് സമയം അറിയാനുമാണ് KSRTC കൺട്രോൾ റൂം സജ്ജീകരിച്ചത്. ഇവിടേക്ക് വരുന്ന യാത്രക്കാരുടെ ഫോൺ കോളുകൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. AKG സെന്റർ ആക്രമണ കേസിലെ പ്രതിക്ക് വിദേശത്ത് പോകാൻ അനുമതിയില്ല. പാസ്പോർട്ട് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് കേസിലെ 2ാം പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഭാര്യയെയും കുഞ്ഞിനെയും കാണുവാനും വിസ പുതുക്കുവാനും വേണ്ടി പാസ്പോർട്ട് തിരികെ തരണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം അംഗീകരിച്ചാൽ പ്രതി വീണ്ടും ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇത് അംഗീകരിച്ചാണ് കോടതി ഉത്തരവ്. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. സിനിമാ തിയേറ്ററുകളിലെ അധിക ടിക്കറ്റ് നിരക്ക് ചോദ്യം ചെയ്ത് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ പോക്സോ കേസ് പ്രതി മുകേഷ് M നായർ മുഖ്യാതിഥിയെ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്ററെ സസ്പെൻഡ് ചെയ്തു. TS പ്രദീപ് കുമാറിനെ സ്കൂൾ മാനേജറാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതി ചടങ്ങിൽ എത്തിയതിൽ ഹെഡ്മാസ്റ്റർക്ക് വീഴ്ചയുണ്ടായെന്ന് DDE നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എറണാകുളം ഉദയംപേരൂരിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പ്രാർത്ഥനാ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിന് പോലീസ് കേസ്. രാജ്യങ്ങളുടെ ക്ഷേമത്തിനായി നടത്തിയ പ്രാർത്ഥനകൾക്കിടെ പാകിസ്ഥാന്റെ പതാകയും ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി BJP ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസ്. എന്നാൽ യാതൊരു ദുരുദ്ദേശവുമില്ലെന്നും കഴിഞ്ഞ 1.5 വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ 20 രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും അതിലൊന്നു മാത്രമാണ് പാകിസ്ഥാന്റേതെന്നുമാണ് സംഘാടകരുടെ മൊഴി. ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാനായി കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘം തിരിച്ചെത്തി. ദൌത്യം ഫലം കണ്ടെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചെന്നും ശശി തരൂർ MP മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
പനാമ, ഗയാന, കൊളംബിയ, ബ്രസീൽ, അമേരിക്ക എന്നിവിടങ്ങളിലാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം സന്ദർശനം നടത്തിയത്. ഹരിയാന ഭൂമി ഇടപാട് കേസിൽ ഇഡിക്ക് മുമ്പാകെ റോബർട്ട് വാദ്ര ഇന്നലെ ഹാജരായില്ല. തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി വാദ്രയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. കേസിൽ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ തുടർച്ചയായ 3 ദിവസം വാദ്രയെ ചോദ്യം ചെയ്തിരുന്നു. 2008 വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് പ്രോപ്പർട്ടീസ് 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ 3 ഏക്കർ ഭൂമി 58 കോടി രൂപയ്ക്ക് മറിച്ചുവിറ്റതിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നായിരുന്നു കേസ്. മേഘാലയയിൽ ഹണിമൂണിനെത്തിയ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക മൊഴി. പോലീസ് അറസ്റ്റ് ചെയ്ത നവവധു സോനം രഘുവംശിയുടെ കാമുകന്റെ മൊഴിയാണ് പുറത്തുവന്നത്. ഭർത്താവിനെ കൊല്ലണമെന്ന് മാത്രമല്ല സോനം ആവശ്യപ്പെട്ടതെന്നും എങ്ങനെ കൊലപാതകം മൂടിവെക്കണമെന്നുള്ള ആശയം കൂടിയാണ് കാമുകനായ രാജ് കുശ്വാഹയ്ക്ക് സോനം നൽകിയത്. മോഷണത്തിനിടെ സംഭവിച്ചത് എന്ന് വരുത്തിയ ശേഷം വിധവയായാൽ കാമുകനുമായുള്ള വിവാഹത്തിന് പിതാവ് സമ്മതിക്കുമെന്നായിരുന്നു യുവതി വിശദമാക്കിയത്. അമേരിക്കയിൽ ഇന്ത്യൻ യുവാവിനെ പോലീസിൽ നിന്ന് ക്രൂര പീഡനം നേരിട്ടെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തെത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണെന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചത്. നെയ്വർക്ക് ലിബർട്ടി വിമാനത്താവളത്തിനുള്ളിൽ ഒരു ഇന്ത്യൻ യുവാവിനെ നിലത്തിട്ട് കൈകൾ പിന്നിൽ ബന്ധിക്കുന്ന എയർപോർട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണഖനി പ്രവർത്തനത്തിന് സജ്ജമായി. ആന്ധ്രാപ്രദേശിലെ ജോനാഗിരിയിലാണ് സ്വർണ്ണഖനിയിൽ ഖനനം ആരംഭിക്കുക. കുർണൂൽ ജില്ലയിലെ ജോനാഗിരി ഗ്രീൻസ്റ്റോൺ ബെൽറ്റിലാണ് ഖനി സ്ഥിതി ചെയ്യുന്നത്. ഈ അടുത്താണ് ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രവർത്തന അനുമതി നൽകിയത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. മഹാകുംഭമേളയിൽ തിക്കും തിരക്കും കാരണമുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം UP സർക്കാരിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയിലധികം വരുമെന്ന് BBC അന്വേഷണ റിപ്പോർട്ട്. 37 പേർ മരിച്ചെന്നാണ് UP സർക്കാർ പറഞ്ഞതെങ്കിലും 82 പേരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. UP സർക്കാരിന്റെ കണക്കിൽപ്പെടാത്തവർക്ക് 5 ലക്ഷം രൂപ വീതം പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി നൽകിയെന്നും കണ്ടെത്തി. മരണക്കണക്കിൽ പോലും കള്ളം പറയുന്ന BJP ആരുടെ നിർബന്ധപ്രകാരമാണ് കണക്ക് മറച്ചുവെച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മറുപടിക്കായി പ്രിയങ്കയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. 2 മാസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ സ്വത്തുക്കൾ കാണിച്ചിട്ടില്ലെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. സ്കൂൾ ഫണ്ടിൽ കേന്ദ്രത്തിന് നിർദ്ദേശവുമായി മദ്രാസ് ഹൈക്കോടതി. RTE നിയമത്തിന്റെ പരിധിയിലെ കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന് അനുവദിക്കണമെന്നും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് സ്വതന്ത്രമായി നിലനിൽപ്പുണ്ടെന്നും സമഗ്ര ശിക്ഷാ പദ്ധതി ചട്ടങ്ങളുമായി ഇത് ബന്ധിപ്പിക്കരുത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നതിനാൽ തൽക്കാലം ഉത്തരവ് ഇറക്കുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ദില്ലിയിലെ ഇസ്രായേൽ എംബസിയിലേക്ക് SFI മാർച്ച് നടത്തി. SFI ദില്ലി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ഓസ്ട്രിയയിലെ ഹൈസ്കൂളിലെ വെടിവെപ്പിൽ 9 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റതായി പോലീസ്. ഓസ്ട്രിയൻ നഗരമായ ഗ്രാസിലാണ് വെടിവെപ്പുണ്ടായത്. മരിച്ചവരിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്കൂളിൽ വെടിവെപ്പ് നടത്തിയ അക്രമി സ്വയം വെടിവെച്ച് മരിച്ചു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. US അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭം കലാപമായി മാറിയാൽ തീർച്ചയായും കലാപ നിയമം ഉപയോഗിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ വെറുക്കുന്നവരാണ് അവരെന്നും സുരക്ഷാ സേനയെ എതിർക്കാൻ ശ്രമിച്ചാൽ കടുത്ത രീതിയിൽ തന്നെ നേരിടുമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാർക്ക് താക്കീത് നൽകി. പ്രക്ഷോഭം തുടരുന്ന ലോസ് ആഞ്ചലസിൽ കരയിലും വെള്ളത്തിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള കമാൻഡോ വിഭാഗമായ 700 മറീനുകളെ വിന്യസിച്ചിരുന്നു. 4000 നാഷണൽ ഗാർഡുകളെയും 700 നാവികസേനാംഗങ്ങളെയും നിയോഗിച്ചതിന് പുറമെയാണിത്. ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയുമായുള്ള ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മുതൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഫൈനൽ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ 3ാം ഫൈനലാണിത്. കഴിഞ്ഞ തവണ ഇന്ത്യയെ തോൽപ്പിച്ച് ഓസീസ് കിരീടം നേടിയിരുന്നു. പ്രഥമ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയെ കീഴടക്കി ന്യൂസിലൻഡായിരുന്നു നേടിയിരുന്നത്.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.